ഹൈപ്പോ കെരാറ്റിനിസം എന്ന ഒരവസ്ഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒഫീഷ്യലി ക്ഷണിക്കുകയാണ്. ഗ്രൂം വിത്ത് ദയാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹൈപ്പോ കെരാറ്റിനിസം എന്ന് പറയുന്നത് നമ്മുടെ ഡോഗുകൾ കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അതായത് കെരാറ്റിൻ്റെ ഇൻക്രീസ്, അതായത് ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് ഈ കെരാറ്റിൻ. അത് കൂടുന്ന സമയത്ത് നമ്മുടെ ഡോഗുകളുടെ പോസിന് അടിഭാഗത്തും അതേപോലെ തന്നെ അവരുടെ നോസിൻ്റെ മുകളിലുമൊക്കെ ആയിട്ട് ഒരു തരത്തിലുള്ള ടിഷ്യൂ വളർന്നു വരും. എക്സസ്സായി ഒരു ടിഷ്യൂ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. ആ ടിഷ്യൂ അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല, അതിന് പ്രോപ്പർ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ ഹാർഡാവുകയും ഭയങ്കര പരുപരുത്തതും അതുപോലെ തന്നെ പൊട്ടുകയോ അണുബാധയ്ക്കും എല്ലാം മറ്റ് കാരണങ്ങളാകുന്നു. അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കെയറുകൾ എടുക്കാമെന്നും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്ഡ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. How to identify? നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡാവും, അതുപോലെ തന്നെ അവർക്ക് ചെറിയ പെയിൻഫുള്ളാവും, നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അതേപോലെ തന്നെ വരണ്ടൊക്കെ വരും, ബ്ലഡ് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും. What are the causes? ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട്. ഇപ്പോൾ ലാബ്രഡോർ റിട്രീവേഴ്സ്, അതേപോലെ തന്നെ ഗോൾഡൻ റിട്രീവേഴ്സ്, ഐറിഷ് സെറ്റർ തുടങ്ങിയ ബ്രീഡുകൾ പാരമ്പര്യമായിട്ട് വരും. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഏജ് വരുന്ന ഡോഗുകൾസും ഇതുപോലെ വരാം. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾ കാരണം വരും. ചിലപ്പോൾ ഡിസ്റ്റംബർ വന്നിട്ടുള്ള ഡോഗുകൾക്ക്, അതുപോലെ തന്നെ ലീഷിഷ് മാനിസിസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുള്ള ഡോഗുകൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാകുന്ന സമയത്ത് ഒക്കെ ഇതുപോലുള്ള രോഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഹസ്കി, അലാസ്കൻ മാൽമോട്ട് തുടങ്ങിയ ബ്രീഡുകളിൽ സിങ്കിൻ്റെ കുറവ് വരുന്ന സമയത്തും ഇതുപോലെയുള്ള ടിഷ്യൂ വളർച്ച ഉണ്ടാകും. What happens to dogs? ഹൈപ്പോ കെരാറ്റിനിസം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഡോഗിൻ്റെ പോസാണ്. പോസിൽ എങ്ങനെയാണ് ഹൈപ്പോ കെരാറ്റിനിസം ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ടിഷ്യൂ വളർന്നിരിക്കുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ റെഗുലറായിട്ട് ഗ്രൂം ചെയ്യുന്ന ഡോഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് കുറവാണ്, വളരെ സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ആദ്യ സമയങ്ങളിൽ ഇത് വളരെ ഹാർഡായിരുന്നു. നമ്മൾ റെഗുലർ ഗ്രൂമിൽ നിന്ന് അത് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കണ്ടോ, ഈ നോർമലി നമ്മുടെ ഡോഗ്സിൻ്റെ പോസ് എന്ന് പറയുന്നത് വളരെ മൃദുലമായിട്ട് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇത് വരുന്ന സമയത്ത് ഹൈപ്പർ കെരാറ്റിനിസം ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇതുപോലെ ടിഷ്യൂസ് വളർന്ന് വരും. എല്ലാ കാലുകളിൽ ഇത് കണ്ടോ, ഇങ്ങനെ ടിഷ്യൂ എക്സസ്സായിട്ട് വളർന്നു വരും. What are for cure methods? ഇതിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി കുറയ്ക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് പല രീതികളുണ്ട്, പല രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് അതിനെ മൃദുവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഷിയ ബട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല ക്രീമുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി പണ്ട് കാലത്ത് വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് മുന്നിൽ പല ഡോഗ്സും ഇവിടെ ഗ്രൂമിങ്ങിന് വന്ന സമയത്ത് നമ്മൾ പലത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക. അതായത് എക്സസീവായിട്ടുള്ള ടിഷ്യൂവിനെ കട്ട് ചെയ്ത് മാറ്റി അത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴി. ഇതാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള എക്സസീവായിട്ടുള്ള ടിഷ്യൂസിനെയെല്ലാം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് വേണം ചെയ്യാൻ. കാര്യം അവരുടെ സ്കിന്ന്, അവരുടെ പോസ് ഒന്നും പൊട്ടാതെ നോക്കണം. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ടിഷ്യൂ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ട് അത് നടക്കുമ്പോഴെടുക്കാൻ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ലിംബിങ് ആവും, നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. പിന്നീട് അത് അണുബാധയിലോട്ട് പോകും. ഈ അണുബാധയൊക്കെ ഉണ്ടായി പോസ് പൊട്ടിയോ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു വെറ്റിനെ കണ്ട് അതിന് ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടതാണ്. പിന്നെ അത് സെറ്റിലാവാനും സമയം വരും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കെയർ ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഡോഗുകൾക്ക് പ്രോപ്പറായിട്ട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രോപ്പറായിട്ട് ഇതുപോലെ ഗ്രൈൻഡിങ്ങും
കട്ടിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സോക്സോ, നമുക്ക് പെറ്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള സോക്സ് ഉണ്ട്, സോക്സോ ഷൂസോ ഒക്കെ ഇട്ട് അവരെ കുറച്ച് ഫ്രീ ആക്കാവുന്നതാണ്. ആദ്യത്തെ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഉള്ളൂ, പിന്നീട് അത് യൂസ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. നമുക്ക് എന്തുമാതിരി അത് എന്തുമാതിരി ആഴത്തിലത് വളർന്നിട്ടുണ്ടെന്ന് നോക്കും. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുമ്പോൾ പോലും അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നോക്കും. Things to take care. നമുക്കിതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ്. അൺഫോർച്യുനേറ്റ്ലി ഇതിനൊരു പ്രോപ്പർ കെയറിംഗ് ഇല്ല. എങ്ങനെ ഇതിനെ നമുക്ക് സെറ്റിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തന്നെ മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രീംസ് കിട്ടും. അതേപോലെ തന്നെ ഷിയ ബട്ടേഴ്സ് യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഏക പോംവഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ടിഷ്യൂസ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നാണ് തന്നെ ടിഷ്യൂസ് കട്ട് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുക, അതിനുശേഷം ഈ ക്രീംസ് അപ്ലൈ ചെയ്ത് അതിനെ വളരെ സോഫ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ്, ഇതുപോലെ കാല് ഡ്രൈ ആയി പൊട്ടിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പോൾ കെയറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം ഇതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം ഈ ട്രിക്സിയുടെ ഒരു കെയർ എന്ന് പറയുന്ന ഒരു ക്രീമാണ്. ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പോസിനും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. മാക്സിമം ഇത്രയൊക്കെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും പാടുള്ളൂ. ഓവറായിട്ട് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് നമ്മൾ റെഗുലറായിട്ട് ഇതുപോലെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് യൂസ് ചെയ്യുന്നത് തന്നെ ഒന്ന് സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടിയാണ്. Things to remember. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു അവസ്ഥയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പെറ്റ്സുമായും ഡോഗ്സുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വെറ്റിനെ കണ്ട് അവരുടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ എടുത്ത് വേണം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്, അതേപോലെ തന്നെ സിങ്ക് തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതും ഈ ടിഷ്യൂ ഒന്ന് മൃദുവാവാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കാര്യം ഇവിടെ പല ഡോഗ്സും ഇതുപോലെയുള്ള അവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് പലർക്കും പല ഓണേഴ്സിനും ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. കാര്യം ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ തുടക്ക സമയത്ത് ഞാനും ഫേസ് ചെയ്തതാണ് ഇതുപോലുള്ള ഒരു പ്രശ്നം. അപ്പം ഞാൻ അറിയാവുന്ന പല ആൾക്കാരുടെയും സീനിയറെയൊക്കെ നമ്മുടെ സീനിയേഴ്സിനെയും പല ആൾക്കാരെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ നോക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്, റോഡിൽ നടത്തുന്നത് കൊണ്ടാണ്, അതിൻ്റെ കെയർ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞ് മിസ്ഗൈഡ് ചെയ്തിരുന്നു. ആ ഒരു മിസ്ഗൈഡിങ് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ചുറ്റുപാടും പെറ്റ്സുള്ള, അതായത് എക്സ്പെഷ്യലി ഡോഗ്സുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവും. ചിലപ്പോൾ ആ ഡോഗ്സും ഒക്കെ ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ടാവും പല ഇഷ്യൂസ്. അപ്പം ഈ ഓണേഴ്സിന് ചിലപ്പോൾ അത് എന്താണെന്ന് പോലും ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഡോഗ്സുള്ള ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് മനസ്സിലാക്കി നിങ്ങളുമായിട്ട് വിളിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ എൻ്റെ എല്ലാ ഡിഫറെൻറ്റ് വീഡിയോയും നിങ്ങൾക്ക് വരും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ ഡോഗ്സുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.